തൃശൂരിലും വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണം. സുരേഷ് ഗോപി താമസിച്ചിരുന്ന വീട്ടിൽ 11 വോട്ടുകൾ ചേർത്തുവെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജൻ. വോട്ടർ പട്ടികയിൽ BJP അട്ടിമറി നടത്തിയതിന് തെളിവുണ്ടെന്ന് മുൻമന്ത്രി VS സുനിൽകുമാർ. ഉത്തരവാദപ്പെട്ടവർ പരിശോധിക്കണമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. കുന്നംകുളത്ത് ചേംബർ ഓഫ് കൊമേഴ്സ് കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ ലക്ഷങ്ങളുടെ നഷ്ടം. തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ട് എന്ന പ്രാഥമിക നിഗമനം. മാള സർവീസ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങൾക്കെതിരെ പോലീസ് കേസെടുത്തു. 10 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്ന സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാറുടെ പരാതിയിലാണ് കേസ്. പേരാമ്പ്രയിൽ വൻ സ്പിരിറ്റ് വേട്ട. മിനി ലോറിയിൽ പച്ചക്കറികളുടെ കൂടെ ഒളിപ്പിച്ച് കടത്തുകയായിരുന്ന 2765 ലിറ്റർ സ്പിരിറ്റ് പോലീസ് പിടികൂടി. ഡ്രൈവർ ആലപ്പുഴ സ്വദേശി സുരാജ് കസ്റ്റഡിയിൽ. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ വീണ്ടും പുലി ഇറങ്ങി. പുലിയുടെ ആക്രമണത്തിൽ പശുക്കിടാവ് ചത്തു. കുന്നംകുളത്ത് നടന്നുവന്ന തൃശൂർ ജില്ലാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. 152 പോയിന്റുമായി മച്ചാട് സ്പോർട്സ് ഗ്രിഡ് അക്കാദമി ഓവറോൾ ചാമ്പ്യന്മാരായി. തൃശൂർ ആൻഡോസ് അക്കാദമിക്ക് 2ാം സ്ഥാനം. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. തൃശൂരിലടക്കം വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേട് കണ്ടെത്തിയ സംഭവം ഉത്തരവാദപ്പെട്ടവർ പരിശോധിക്കണമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. വാർഡ് വിഭജനം അശാസ്ത്രീയമായാണ് നടത്തിയതെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു സണ്ണി ജോസഫ്. ജനാധിപത്യത്തിന്റെ അടിസ്ഥാനം സ്വതന്ത്രവും നീതിപൂർവകവുമായ തെരഞ്ഞെടുപ്പാണ്. ഇതിൽ തൃശൂരിൽ ഉൾപ്പെടെ കലർപ്പുണ്ടായതായും അനർഹരെ ചേർത്തതായും അദ്ദേഹം പറഞ്ഞു. നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്താൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൃത്യമായ വോട്ടർ പട്ടികയാണ്. അർഹതയുള്ള ആളുകൾ മാത്രം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെടണം, അർഹതയില്ലാത്തവർ ഒഴിവാക്കപ്പെടണം. അതാണ് അതിൻ്റെ ഒരു മാനദണ്ഡം. അത് തൃശ്ശൂരുൾപ്പെടെ ആ കാര്യങ്ങളിൽ ഒരുപാട് കലർപ്പുണ്ടായിട്ടുണ്ട്. അനർഹരെ ചേർത്തിട്ടുണ്ട്, ദൂരസ്ഥലങ്ങളിലെ ആളുകളെ ചേർത്തിട്ടുണ്ട്. അന്ന് തന്നെ കോൺഗ്രസും UDFും ആ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തിലൂടെ അത് കൂടുതൽ വ്യക്തമാക്കപ്പെട്ടു. അതിൻ്റെ ഭാഗമായിട്ട് തൃശ്ശൂരിലെ കാര്യങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട്. ഇത് ഉത്തരവാദിത്തപ്പെട്ടവർ പരിശോധിക്കണം. തദ്ദേശ തിരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ട്. വാർഡ് വിഭജനം അശാസ്ത്രീയമായാണ് നടത്തിയത്. പ്രാദേശിക തലത്തിൽ കോൺഗ്രസ് കൂടുതൽ പരിശോധന നടത്തുമെന്നും KPCC പ്രസിഡന്റ് അറിയിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ തന്നെ വന്നു കഴിഞ്ഞു, വ്യാപകമായിട്ട് വന്നു കഴിഞ്ഞു. ഒന്ന് അർഹതയില്ലാത്തവരെ ചേർത്തിട്ടുണ്ട്. അതിനേക്കാൾ പ്രധാനപ്പെട്ടത് വാർഡ് വിഭജനം അശാസ്ത്രീയമായിട്ട് നടത്തി. എങ്ങനെ അശാസ്ത്രീയമായിട്ട് വാർഡ് വിഭജനം നടത്തിയാലും ജയിക്കാൻ കഴിയാത്ത ചില സ്ഥലങ്ങളുണ്ട് എന്ന് LDFന് നന്നായിട്ടറിയാം. അവിടെ എന്തു ചെയ്യും? വാർഡിൻ്റെ അതിർത്തിയിൽ നിന്ന് കുറേ പേരെ മറ്റൊരു വാർഡിലേക്ക് തിരഞ്ഞെടുത്ത് പിക്ക് ആൻഡ് ചൂസ് ചെയ്ത് ചേർക്കുന്നു. 2 വാർഡിലും അതിൻ്റെ ഇലക്ഷൻ സംബന്ധിച്ച് അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവും. ആ പരാതികൾക്ക് ബന്ധപ്പെട്ട സെക്രട്ടറിമാർ പരിഹാരം ഉണ്ടാക്കണമെന്ന് ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിക്കേണ്ടതായിട്ടുണ്ട്. നിർദ്ദേശിച്ചാൽ മാത്രം പോരാ, പരാതികൾ പരിഹരിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനും സർക്കാരിനും ഉത്തരവാദിത്തമുണ്ട്. കോൺഗ്രസ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് MP-മാരുമായി ചർച്ച നടത്തിയതായും സണ്ണി ജോസഫ് വ്യക്തമാക്കി. കേരളത്തിൽ നിന്നുള്ള MP-മാർ നമുക്കറിയാം, പാർലമെൻറ്റ് സമ്മേളനം നടക്കുകയാണ്. അപ്പോൾ MP-മാർ നാട്ടിലുണ്ടായില്ല. അവധിക്ക് വന്നാൽ തന്നെ അവർക്ക് ഒരുപാട് പരിപാടികളുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പ്രതിപക്ഷ നേതാവും വർക്കിംഗ് പ്രസിഡന്റുമാരുൾപ്പെടെയുള്ളൊരു ടീം ഡൽഹിയിൽ പോയി MP-മാരെല്ലാവരുമായിട്ട്, പ്രിയങ്കാ ഗാന്ധി ഒഴിച്ചുള്ള എല്ലാ MP-മാരുമായിട്ട് ആശയവിനിമയം നടത്തി. K. സുധാകരൻ, ശശി തരൂർ, KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുമായിട്ടും ഞങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ട്. TC വിനോസ്, തൃശൂർ. തൃശൂർ പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെയും കുടുംബത്തിന്റെയും പേര് ചേർത്ത രേഖകൾ പുറത്തുവിട്ട് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്. BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെയും സഹോദരൻ സുഭാഷ് ഗോപിയുടെയും കുടുംബാംഗങ്ങൾ ബൂത്ത് നമ്പർ 116-ൽ 1016 മുതൽ 1026 വരെയാണ് പേരുകൾ ചേർത്തിട്ടുള്ളത്. തിരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഭാരത് ഹെറിറ്റേജ് എന്ന വീട്ടിൽ ചേർത്ത വോട്ടുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ വീട്ടിൽ തിരഞ്ഞെടുപ്പിന് ശേഷം വേറെ ആളുകളാണ് താമസിക്കുന്നതെങ്കിലും ഇപ്പോഴും വോട്ട് നിലനിൽക്കുകയാണ്. എന്നാൽ തൃശൂർ കോർപ്പറേഷൻ പ്രസിദ്ധീകരിച്ച മുക്കാട്ടുകര ഡിവിഷൻ ഭാഗം 2 പട്ടികയിൽ ഇവരുടെ പേരുകളില്ല എന്നുള്ളത് ഇവർ ഈ വീട്ടിലെ സ്ഥിരതാമസക്കാരല്ല എന്ന വസ്തുത തെളിയിക്കുന്നതാണെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. ശ്രീ സുരേഷ് ഗോപി അവർകൾ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ പോളിംഗ് സ്റ്റേഷൻ നമ്പർ 116 ഉള്ള വോട്ടർ പട്ടികയിലാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ അനുജൻ്റെ കുടുംബവും അവരുടെ പേര് വിവരങ്ങളുള്ളത്.
11 വോട്ടുകളാണ് അദ്ദേഹം ഭാരത് ഹെറിറ്റേജ് എന്ന് പറയുന്ന വീട്ടുപേരിൽ അദ്ദേഹം വോട്ട് ചേർത്തിയത്. ആ വോട്ടെടുപ്പിന് ശേഷം ഈ വീട് ബോംബെ ബേസ്ഡ് ഒരു പാർട്ടിക്ക് കൊടുക്കുകയും ഇപ്പം ആ വീട്ടിൽ ഇവരാരും താമസമില്ല. നിരവധി ഫ്ളാറ്റുകളിൽ സമാന രീതിയിൽ വോട്ട് ചേർത്തിട്ടുണ്ട്. ഇവർക്ക് ആർക്കും തന്നെ കോർപ്പറേഷൻ വോട്ടർ പട്ടികയിൽ വോട്ടുകളില്ല എന്നത് ശ്രദ്ധേയമാണ്. ഇത് ബൂത്ത് ലെവൽ ഓഫീസർമാർ മുതൽ കളക്ടർ വരെയുള്ളവർക്ക് സംഭവിച്ച വീഴ്ചയാണ്. അധാർമികമായ ഈ പ്രവൃത്തിക്ക് തുടക്കം കുറിച്ചത് സുരേഷ് ഗോപിയാണെന്നത് ജനാധിപത്യത്തിനേറ്റ കളങ്കമാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്തേണ്ടതാണെന്നും DCC പ്രസിഡന്റ് പറഞ്ഞു. TCV തൃശൂർ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ക്രമവിരുദ്ധമായി വ്യാപകമായ രീതിയിൽ വോട്ടുകൾ ചേർത്തുവെന്ന ഗുരുതര ആരോപണവുമായി മുൻമന്ത്രി VS സുനിൽകുമാർ രംഗത്ത്. മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള വോട്ടർമാരെ വ്യാപകമായി തൃശൂരിൽ ചേർത്തുവെന്ന് സുനിൽകുമാർ ചൂണ്ടിക്കാട്ടി. CPI ഓഫീസിൽ നടന്ന വാർത്താസമ്മേളനത്തിലാണ് തൃശൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത്. ക്രമവിരുദ്ധമായി വോട്ടർ പട്ടികയിൽ പേര് ചേർത്തതുമായി ബന്ധപ്പെട്ട് പരാതി ലഭിച്ചിട്ടില്ലെന്ന കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ആരോപണം അടിസ്ഥാനരഹിതവും പച്ചക്കള്ളവുമാണെന്നും സുനിൽകുമാർ പറഞ്ഞു. മറ്റു മണ്ഡലങ്ങളിൽ നിന്നുള്ള നിരവധി ആളുകൾ വോട്ട് ചേർത്തതായിട്ടുള്ള പരാതി അന്ന് തന്നെ ഞങ്ങൾ ഉയർത്തിയിരുന്നു. അത് LDF മാത്രമല്ല, UDFന്റെ നേതൃത്വത്തിലും നിന്നും അത്തരത്തിലുള്ള പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ പരാതി കൊടുത്തിട്ടില്ല എന്ന നമ്മുടെ ചീഫ് ഇലക്ഷൻ ഓഫീസറുടെ ഈ ആക്ഷേപം അടിസ്ഥാനരഹിതവും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ കാര്യമാണ്. 4 തവണ ജില്ലാ വരണാധികാരിക്ക് പരാതി നൽകിയിരുന്നു. എന്നാൽ തൃശൂർ ജില്ലാ കളക്ടർ തനിക്ക് ലഭിച്ച പരാതി സംസ്ഥാന വരണാധികാരിക്ക് കൈമാറിയില്ലെന്ന് സംശയിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അദ്ദേഹം ഇന്നലെ പറഞ്ഞൊരു കാര്യം, ഇവിടെ തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഉന്നയിച്ച കാര്യങ്ങളൊക്കെ അടിസ്ഥാനരഹിതമാണെന്നും ഞങ്ങൾ പരാതികളൊന്നും കൊടുത്തിട്ടില്ലെന്നും വളരെ ഫെയർ ആൻഡ് ട്രാൻസ്പെറന്റ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും നടന്നിട്ടുള്ളത് എന്ന നിലയിലാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് മുഖ്യ വരണാധികാരി, ജില്ലാ കളക്ടർ കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് ഇവിടെ നടക്കുന്ന പരാതികൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് സംശയം ജനിപ്പിക്കുന്ന കാര്യമാണ് അദ്ദേഹത്തിന്റെ മറുപടിയിൽ കാണുന്നത്. ആരോപണം സംബന്ധിച്ച തെളിവുകളും അദ്ദേഹം പുറത്തുവിട്ടു. പുതുക്കി നിശ്ചയിച്ച വോട്ടർ പട്ടിക ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ നിന്ന് കഴിഞ്ഞ ദിവസം രാത്രി മുതൽ അപ്രത്യക്ഷമായതായും സുനിൽകുമാർ പറഞ്ഞു. ഇലക്ഷൻ കമ്മീഷൻ 2025 ജനുവരി മാസം 1-ാം തീയതി പുതുക്കി പ്രസിദ്ധീകരിച്ചിരിക്കുന്ന വോട്ടർ പട്ടിക ഇന്ന് ഇലക്ഷൻ കമ്മീഷന്റെ ഔദ്യോഗിക സൈറ്റിൽ നിന്നും അപ്രത്യക്ഷമായിരിക്കുകയാണ്. ചേരാൻ ഉദ്ദേശിക്കുന്ന വിലാസത്തിൽ അയച്ചു കിട്ടിയ ഒരു പോസ്റ്റൽ കാർഡ് ഹാജരാക്കിയാൽ വോട്ട് ചേർക്കാമെന്ന നിബന്ധനയാണ് ദുരുപയോഗപ്പെടുത്തിയത്. ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടും വോട്ടർ പട്ടിക വന്നപ്പോൾ പുറത്തുള്ള വോട്ടർമാരെ ഉൾക്കൊള്ളിച്ചുള്ള പട്ടികയാണ് പ്രസിദ്ധീകരിച്ചതെന്നും VS സുനിൽകുമാർ ചൂണ്ടിക്കാട്ടി. രാഹുൽ ഗാന്ധിയുടെ ഈ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ രാജ്യവ്യാപകമായി BJPയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിനെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ശ്രമം നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷണ വിധേയമാക്കാൻ വേണ്ടി തയ്യാറാകണം. TCV ന്യൂസ് തൃശൂർ. കുന്നംകുളം യേശുദാസ് റോഡിലുള്ള ചേംബർ ഓഫ് കൊമേഴ്സിന്റെ കെട്ടിടത്തിലെ പ്രധാന AC ഹോൾ കത്തിനശിച്ചു. ഷോർട്ട് സർക്യൂട്ടെന്ന പ്രാഥമിക നിഗമനം. മുകളിലെ സീലിംഗും കസേരകളും സെൻട്രലൈസ്ഡ് ACയും ഫാനുകളും പ്രൊജക്ടറും ടൈലുകളും അഗ്നിക്കിരയായി. മുറിയുടെ ഗ്ലാസ് ഡോറുകളും പൊട്ടിത്തെറിച്ചു. 1-ാം നിലയിലെ വലിയ ഹാളാണ് കത്തിയത്. പുലർച്ചെ ഹാളിൽ നിന്നും പുക ഉയരുന്നത് കണ്ട ആളുകളാണ് വിവരം പുറത്തറിയിച്ചത്. ചേംബർ ഓഫ് ഓഫീസിലേക്ക് മറ്റ് ഹാളുകളിലേക്കോ തീ പടർന്നിട്ടില്ല. വിവാഹങ്ങൾ, വലിയ സമ്മേളനങ്ങൾ ഉൾപ്പെടെയുള്ള പരിപാടികൾ നടക്കുന്ന ഹാളാണ് കത്തിയത്. ഭൂമിക്ക് അധിക വില ഈടായി സ്വീകരിച്ച് 10 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്ന സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാറുടെ പരാതിയിൽ മാള സർവീസ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങൾക്കെതിരെ പോലീസ് കേസെടുത്തു. ബാങ്ക് മുൻ പ്രസിഡന്റ് AR രാധാകൃഷ്ണൻ ഉൾപ്പെടെ 21 പേർക്കെതിരെയാണ് മാള പോലീസ് കേസെടുത്തത്. വഴിയില്ലാത്ത സ്ഥലവും നെൽവയലും കൂടിയ വിലയ്ക്ക് ഈടുവെച്ച് വായ്പ നൽകിയെന്നാണ് പരാതി. 2006 ഒക്ടോബർ 7 മുതൽ 2024 ജനുവരി 21 വരെയുള്ള കാലയളവിൽ 10,7,69,991 രൂപ ബാങ്കിന് നഷ്ടം വരുത്തിയെന്ന് ജോയിന്റ് രജിസ്ട്രാർ നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഇടവേള. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചിലതൊന്നും ചിലർക്ക് അങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ.
ആടി സെയിലാ പോണ്ടേ? നമ്മൾ പോയി വാങ്ങിയില്ലേ സാരിയും ചുരിദാറൊക്കെ? അത് ഡ്രസ്സിന്റെ, ഇത് ഗോൾഡിന്റെയാ. ആദ്യത്തെ ജ്വല്ലറി ആടി സെയിലുമായി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബിഗ് ആടി സെയിൽ. സെലക്ടഡ് ആഭരണങ്ങളുടെ പണിക്കൂലി കസ്റ്റമേഴ്സിന് സ്വയം തീരുമാനിക്കാം. ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി സൗജന്യം. വിവാഹ പാർട്ടികൾക്ക് 1% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാം. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG Golden Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകളിലേക്ക്. പേരാമ്പ്രയിൽ മിനി ലോറിയിൽ പച്ചക്കറികളുടെ കൂടെ ഒളിപ്പിച്ചു കടത്തുകയായിരുന്ന 2765 ലിറ്റർ സ്പിരിറ്റ് പോലീസ് പിടികൂടി. ഡ്രൈവർ ആലപ്പുഴ സ്വദേശി സുരാജിനെ കസ്റ്റഡിയിലെടുത്തു. ഡാൻസ് ഓഫ് സ്ക്വാഡും കൊടകര പോലീസും ചേർന്നാണ് സ്പിരിറ്റ് പിടികൂടിയത്. തമിഴ്നാട്ടിൽ നിന്ന് എറണാകുളം ഭാഗത്തേക്ക് മിനി ലോറിയിൽ കൊണ്ടുപോകുകയായിരുന്ന സ്പിരിറ്റ് ദേശീയപാതയിൽ നിർമ്മാണം നടക്കുന്ന അടിപ്പാതയ്ക്ക് സമീപത്താണ് പോലീസ് പിടിയിലായത്. ഓണക്കാലം ലക്ഷ്യമിട്ട് വ്യാജമദ്യ നിർമ്മാണത്തിനാണ് സ്പിരിറ്റ് കടത്താൻ ശ്രമിച്ചത്. 35 ലിറ്റർ വീതമുള്ള 79 കന്നാസുകളിലാക്കിയാണ് പച്ചക്കറി ലോറിയിൽ സ്പിരിറ്റ് ഒളിപ്പിച്ചിരുന്നത്. തൃശൂർ പുലരിയിൽ എക്സൈസ് നടത്തിയ പരിശോധനയിൽ 3.5 ഗ്രാം മെത്താഫെറ്റമിൻ, 10 ഗ്രാം കഞ്ചാവ് എന്നിവ പിടികൂടി. സംഭവത്തിൽ എളവള്ളി സ്വദേശി അരുൺ അറസ്റ്റിലായി. ഒപ്പമുണ്ടായിരുന്ന പുറനാട്ടുകര സ്വദേശി തട്ടിൽ വീട്ടിൽ മെൽജോ ഓടി രക്ഷപ്പെട്ടു. പ്രതികൾ സഞ്ചരിച്ചിരുന്ന ഇരുചക്രവാഹനങ്ങൾ എക്സൈസ് കസ്റ്റഡിയിലെടുത്തു. എക്സൈസ് ഇൻസ്പെക്ടർ കെ സുധീർ, ഓഫീസർമാരായ രഞ്ജിത്ത്, KR ബിജു, TR ഷൈജു എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു. തൃശൂർ ജില്ലാ അത്ലറ്റിക്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കുന്നുകുളം GHS സിന്തറ്റിക് ട്രാക്കിൽ 4 ദിവസമായി നടന്നുവന്ന 69ാമത് തൃശൂർ ജില്ലാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. 152 പോയിന്റുമായി മച്ചാട് സ്പോർട്സ് ഗ്രിഡ് അത്ലറ്റിക്സ് അക്കാദമി ഓവറോൾ ചാമ്പ്യന്മാരായി. 116 പോയിന്റോടെ തൃശൂർ ആന്റോസ് അക്കാദമി 2ാം സ്ഥാനവും 94 പോയിന്റോടെ പൂങ്കുന്നം പാറമേക്കാവ് വിദ്യാമന്ദിർ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. തൃശൂർ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ, പ്രവീൺ ചിറയത്ത് എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു. യോഗത്തിൽ ജില്ലാ അത്ലറ്റിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് EU രാജൻ അധ്യക്ഷത വഹിച്ചു. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ പുലിയുടെ ആക്രമണത്തിൽ പശുക്കിടാവ് ചത്തു. വെറ്റിലപ്പാറ 14-ൽ പുതിയടൻ സുരേന്ദ്രന്റെ 1.5 വയസ്സ് പ്രായമുള്ള പശുക്കിടാവാണ് തൊഴുത്തിൽ ചത്തുകിടക്കുന്നത് കണ്ടത്. ശരീരത്തിന്റെ പകുതിയിലേറെ ഭാഗം ഭക്ഷിച്ച നിലയിലായിരുന്നു. കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷൻ അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. വിദ്യാഭ്യാസ മേഖലയും ആരോഗ്യ മേഖലയും വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നതെന്ന് KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് പറഞ്ഞു. കേരള പ്രൈവറ്റ് കോളേജ് മിനിസ്റ്റീരിയൽ സ്റ്റാഫ് അസോസിയേഷൻ 29ാം സംസ്ഥാന സമ്മേളനം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സണ്ണി ജോസഫ്. സർവകലാശാലകൾ കലാപശാലകളായി മാറിയെന്ന് മാത്രമല്ല, ഉന്നത വിദ്യാഭ്യാസ രംഗം തകർന്നു. 82,000 സീറ്റുകളാണ് വിവിധ കോളേജുകളിൽ ഒഴിഞ്ഞുകിടക്കുന്നത്. സർക്കാർ നടപ്പാക്കുന്ന വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ കാലത്തിന് യോജിച്ചതല്ലെന്നും പരിഷ്കാരത്തിന് വേണ്ടി പരിഷ്കാരങ്ങൾ നടപ്പാക്കുകയാണെന്നും സണ്ണി ജോസഫ് അഭിപ്രായപ്പെട്ടു. ഒരു ഘട്ടത്തിൽ ലോകം തന്നെ അംഗീകരിച്ചിരുന്നത് ആരോഗ്യ രംഗത്തെയും വിദ്യാഭ്യാസ രംഗത്തെയും നമ്മളുടെ നേട്ടങ്ങളായിരുന്നുവെങ്കിൽ ഇന്ന് ഈ 2 മേഖലയും വലിയ പ്രതിസന്ധിയെ നേരിടുന്നു. സത്യത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഇന്ന് ആന കയറിയ കരിമ്പൻ തോട്ടം പോലെ ഇന്ന് തകർന്ന് തരിപ്പണമാകുന്നു എന്നതാണ് ഒരു യാഥാർത്ഥ്യം. വിദ്യാഭ്യാസ മേഖലയിൽ സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരില്ല. അവിടെ ഗവൺമെന്റും ഗവർണറും തമ്മിൽ തർക്കമാണ്. ഇനി നിയമിക്കാമെന്ന് വെച്ചാൽ രാഷ്ട്രീയ അതിപ്രസരമാണ്. സ്വാഗത സംഘം ചെയർമാനും DCC പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷത വഹിച്ചു. മുൻ MLA-മാരായ TV ചന്ദ്രമോഹൻ, MP വിൻസെന്റ്, മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് KP ദിനേശൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്റ്റാലിൻ രാജഗിരി തുടങ്ങിയവർ സംസാരിച്ചു. TC വിനോസ്, തൃശൂർ.
RSSും ഗവർണറും കാവ്യവൽക്കരണം നടപ്പാക്കുന്ന സർവകലാശാലകളെ സംസ്ഥാന സർക്കാർ രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. കേരള പ്രൈവറ്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന നേതൃപരിശീലന ക്യാമ്പ് തൃശൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്വകാര്യ കോളേജുകൾ കുതിപ്പിൽ നിന്ന് കിതപ്പിലേക്ക് മാറിയതായും സണ്ണി ജോസഫ് കൂട്ടിച്ചേർത്തു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ പ്രേമചന്ദ്രൻ കീഴോത്ത് അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി റോണി ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. ആധുനിക രീതിയിൽ നിർമ്മിച്ച വേലൂർ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് നിർവഹിച്ചു. 4 കോടി രൂപയോളം ചെലവഴിച്ചാണ് പുതിയ ഓഫീസ് മന്ദിരം യാഥാർത്ഥ്യമാക്കിയത്. പഞ്ചായത്ത് ഭരണസമിതിയിൽ കക്ഷി രാഷ്ട്രീയവും പ്രതിപക്ഷവുമില്ലെന്നും വികസന പ്രവർത്തനങ്ങളിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നും മന്ത്രി MP രാജേഷ് പറഞ്ഞു. അതിവേഗത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നത്. ആധുനിക ഡിജിറ്റൽ സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തി ജനങ്ങൾക്കാവശ്യമായ സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കാനുള്ള പദ്ധതികൾക്ക് സർക്കാർ രൂപം നൽകിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ സർവേ റിപ്പോർട്ട് അനുസരിച്ച് ശുചിത്വത്തിൽ ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളിൽ ഒരെണ്ണം കേരളമാണ്. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം മാലിന്യമുക്ത നവകേരളത്തിന് മുതൽക്കൂട്ടാണെന്നും മന്ത്രി പറഞ്ഞു. കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരെയും യോജിപ്പിച്ച് അഭിമാനകരമായ രീതിയിൽ പ്രവർത്തനം നടത്തിയ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെയും പ്രസിഡന്റിനെയും ഞാൻ സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി കൃത്യമായി അഭിനന്ദിക്കുകയാണ്. നമ്മുടെ നാട്ടിലാകെ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ കൊണ്ടുണ്ടായിട്ടുള്ള വികസന രംഗത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ്. ആ മാറ്റം സംസ്ഥാന സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും എല്ലാം ചേർന്ന് നടത്തിയ ജനങ്ങളുടെ പിന്തുണയോടെ നടത്തിയ പ്രവർത്തനത്തിന്റെ ഫലമാണ്. AC മൊയ്തീൻ MLA അധ്യക്ഷത വഹിച്ചു. ലൈഫ് മിഷൻ പദ്ധതിയുടെ താക്കോൽദാനം വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി, സെക്രട്ടറി TP സിന്ധു, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ AV വല്ലഭൻ, ജലീൽ ആദൂർ, വേലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ S ബസന്തലാൽ, മീന സാജൻ, PA രാജേന്ദ്രൻ, ES രേഷ്മ, ചിത്ര വിനോഭാജി, രേഖ സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു. TCV ന്യൂസ്, എരുമപ്പെട്ടി. വേലൂർ പഞ്ചായത്തിന്റെ പുതിയ ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കോൺഗ്രസ് ബഹിഷ്കരിച്ചു. തനത് ഫണ്ട് വകമാറ്റി പഞ്ചായത്ത് ഓഫീസ് നിർമ്മിച്ചതിലായിരുന്നു പ്രതിഷേധം. ഉദ്ഘാടന വേദിയിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ച് വേലൂർ ഹൈസ്കൂൾ പരിസരത്ത് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ KPCC സെക്രട്ടറി ജോൺ ഡാനിയേൽ ഉദ്ഘാടനം ചെയ്തു. വേലൂർ പഞ്ചായത്തിന്റെ ഉൾപ്പെടെയുള്ള തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ടുകൾ വെട്ടിച്ചുരുക്കുക എന്നുള്ളതാണ്. ആ ഫണ്ടുകൾ വെട്ടിച്ചുരുക്കുമ്പോൾ ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ നിശ്ചലമാകുന്നു. ഇവിടെ ഇരുട്ടടി പോലെ ഈ പഞ്ചായത്ത് കെട്ടിടം ഉദ്ഘാടനത്തിലേക്ക് വകമാറ്റി ചെലവഴിക്കുമ്പോൾ ഇരുട്ടടി പോലെ ഇവിടുത്തെ വാർഡുകളുടെ വികസനവും പിന്നോട്ടടിക്കുന്ന കാഴ്ചയും വേലൂർ പഞ്ചായത്തിൽ കാണാൻ കഴിയും. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഫ്രെഡി ജോൺ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി ബിജോയ് ബാബു, ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് സ്വപ്ന രാമചന്ദ്രൻ, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ PP രാമചന്ദ്രൻ, PP യേശുദാസ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PK ശ്യാംകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വേലൂർ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം ഉദ്ഘാടന സമയത്ത് പ്രതിഷേധ മാർച്ച് നടത്തിയ കോൺഗ്രസിനെതിരെ MLA AC മൊയ്തീന്റെ രൂക്ഷ വിമർശനം. പഞ്ചായത്ത് ഓഫീസ് നിർമ്മിച്ചത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഇതിനെതിരെ ഒരു ആക്ഷേപവും ഇതിനു മുൻപ് കോൺഗ്രസ് ഉന്നയിച്ചിരുന്നില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് കോൺഗ്രസ് അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിക്കുന്നത്. നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നതാവരുത് രാഷ്ട്രീയ പ്രവർത്തനമെന്നും AC മൊയ്തീൻ പറഞ്ഞു. ഈ കഴിഞ്ഞ കാലത്തെ വികസന പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം കോൺഗ്രസിന്റെ മെമ്പർമാർ പ്രകടിപ്പിച്ചിട്ടുണ്ടല്ലോ? കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ പുതിയ പദ്ധതിക്ക് തുടക്കമിടുന്നതായി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി അറിയിച്ചു. സുരക്ഷാമിത്രം എന്ന പേരിൽ സഹായ പെട്ടികൾ സ്ഥാപിക്കുവാനാണ് തീരുമാനം. പ്രധാന അധ്യാപികയുടെയോ പ്രിൻസിപ്പലിന്റെയോ മുറിയിൽ ഈ പെട്ടി വയ്ക്കണം. കുട്ടികൾക്ക് പേര് വെച്ചോ വെക്കാതെയോ കാര്യങ്ങൾ എഴുതി പെട്ടിയിൽ അറിയിക്കാം. ആഴ്ചയിലൊരിക്കൽ പെട്ടി തുറന്ന പരാതി പരിശോധിച്ച് പരിഹാരം കണ്ടെത്തണം. സ്കൂൾ അധികൃതർ വേണ്ട നടപടി സ്വീകരിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ജില്ലാ അടിസ്ഥാനത്തിൽ സ്കൂൾ കൌൺസിലർമാരുടെ യോഗം വിളിച്ചു ചേർക്കുമെന്നും മന്ത്രി പറഞ്ഞു. ആലപ്പുഴയിലെ നൂറനാട് 4ാം ക്ലാസ് വിദ്യാർത്ഥിയെ രണ്ടാനമ്മയും പിതാവും ക്രൂരമർദ്ദനത്തിന് ഇരയാക്കിയ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ പുതിയ തീരുമാനം.
ആമ്പലൂരിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്ന ഭാഗത്തെ സർവീസ് റോഡിൽ കാന നിർമ്മാണം കൂടി ആരംഭിച്ചതോടെ ഗതാഗതക്കുരുക്ക് രൂക്ഷമായി. തൃശൂർ ചാലക്കുടി ഭാഗത്തേക്കുള്ള സർവീസ് റോഡിലാണ് കാന നിർമ്മാണം നടക്കുന്നത്. വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനായാണ് കാന പൊളിച്ചുപണിയാൻ ആരംഭിച്ചത്. 2-3 വരികളിലായി പോയിരുന്ന വാഹനങ്ങൾ ഒറ്റവരിയായി മാറിയതോടെ വാഹനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്ന അവസ്ഥയാണ്. ആംബുലൻസുകളടക്കം കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമാണ് 2 ദിവസമായി തുടരുന്ന യാത്രാ ദുരിതത്തിന് പരിഹാരമാകാത്തതിൽ പ്രതിഷേധത്തിലാണ് യാത്രക്കാർ. ആമ്പലൂരിലെ അടിപ്പാത നിർമ്മാണം നടക്കുന്നതിനിടെ മഴ കൂടി പെയ്തതോടെ ആമ്പലൂർ പരിസരങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നു. ഇതിന് പരിഹാരമായാണ് സർവീസ് റോഡിലെ കാനകൾ പൊളിച്ചുപണിയുന്നത്. വീണ്ടും ഒരു ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാണ് ഷോപ്പിംഗ്. മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. ഭാര്യയെ മർദ്ദിച്ച സംഭവത്തിൽ കടങ്ങോട് പഞ്ചായത്ത് ആദൂർ വാർഡ് മെമ്പറും CPM നേതാവുമായ PA മുഹമ്മദ് കുട്ടിക്കെതിരെ പോലീസ് കേസെടുത്തു. ശാരീരികമായും മാനസികമായും തന്നെ നിരന്തരം പീഡിപ്പിക്കുന്നുണ്ടെന്ന ഭാര്യ നബീസയുടെ പരാതിയിൽ ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള വകുപ്പ് ചേർത്താണ് എരുമപ്പെട്ടി പോലീസ് കേസെടുത്തിട്ടുള്ളത്. സംഭവത്തെ തുടർന്ന് CPM ആദൂർ ബ്രാഞ്ച് സെക്രട്ടറിയായിരുന്ന മുഹമ്മദ് കുട്ടിയെ തൽസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുകയും പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ജൂലൈ 31-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ആദൂരിൽ പ്രവർത്തിക്കുന്ന സഹകരണ ബാങ്കിലെ താൽക്കാലിക സ്വീപ്പർ ജീവനക്കാരിയായിരുന്നു നബീസ. ജോലിക്ക് പോകുന്നതിനിടയിൽ റോഡിൽ വെച്ചാണ് മുഹമ്മദ് കുട്ടി മർദ്ദിച്ചത്. ഒരു വെറുതെ കൊണ്ട് ഇങ്ങനെ കുഴിയൊക്കെ ഉണ്ട്. എന്നോട് എടി അവിടെ നിൽക്കടി പറഞ്ഞിട്ട് എൻ്റെ പുറകെ ഓടി വരികയാണ് ഇയാൾ. ഓടി വന്നത് ഇയാൾ എനിക്ക് തിരിഞ്ഞു നോക്കാൻ പോലും സമയം കിട്ടാതെ ഇയാൾ എന്നെ ചവിട്ടി താഴ്ത്തിയിട്ടു. ഞാൻ തറയിൽ വീണപ്പോൾ എനിക്ക് നീക്കാൻ പറ്റില്ല. നീക്കാനോട് കൂടി ഇയാൾ എൻ്റെ വാരിയലിലോട് കൂട്ടി ചവിട്ടി, മുഖത്തോട്ടും ചവിട്ടി. പിന്നെ ഇയാൾ കയ്യിൽ എന്താണെന്നൊന്നും എനിക്കറിയില്ല. നല്ല ഞാൻ എൻ്റെ മുതുകിലടിച്ചു. മുതുകിലടിച്ചപ്പോൾ എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. ഉള്ള ശ്വാസം വെച്ചിട്ട് അപ്പോൾ ആൾക്കാരും വണ്ടികളും പോകുന്നുണ്ട്. ആൾക്കാർ നിൽക്കും. ഞാനൊന്ന് ഇയാളെന്നെ മർദ്ദിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഈ കൈ കൊണ്ട് പൊട്ടിച്ച് തിരിച്ചിട്ട് പറഞ്ഞു, ഇയാളിൻ്റെ ഇവളുടെ ഭർത്താവാണ് ഞാൻ പറഞ്ഞു. അയാൾ എന്നെ വിടണില്ല. ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി അംഗമായി KS ബാലഗോപാലിനെ നിയമിച്ച് സർക്കാർ ഉത്തരവിറങ്ങി. തിരുവനന്തപുരം സ്വദേശിയായ ബാലഗോപാൽ കേരള കോൺഗ്രസ് B പാർട്ടി പ്രവർത്തകനാണ്. തന്ത്രി, ഊരാളൻ, സാമൂതിരിയുടെ പ്രതിനിധി എന്നിങ്ങനെ 3 സ്ഥിരാംഗങ്ങളടക്കം 9 അംഗ ഭരണസമിതിയാണ് ഗുരുവായൂർ ദേവസ്വത്തിലേത്. 2 വർഷമാണ് ഭരണസമിതി അംഗങ്ങളുടെ കാലാവധി. നിലവിൽ 6 അംഗങ്ങളാണ് ഉള്ളത്. ഒഴിഞ്ഞുകിടക്കുന്ന 3 അംഗങ്ങളിൽ ഒരാളുടെ സ്ഥാനത്തേക്കാണ് ബാലഗോപാലിനെ സർക്കാർ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത ദിവസം സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. ഭരണസമിതി അംഗമായിരുന്ന VG രവീന്ദ്രന്റെയും സാമൂതിരി സ്ഥാനങ്ങളാണ് ഒഴിഞ്ഞുകിടക്കുന്നത്. ഭരണസമിതി അംഗമായിരുന്ന KR ഗോപിനാഥിന്റെ സ്ഥാനത്തേക്കാണ് ബാലഗോപാലനെ നിയമിച്ചിട്ടുള്ളത്. മദ്യപാനത്തെ തുടർന്നുണ്ടായ തർക്കത്തിൽ ഇരിങ്ങാലക്കുട 2 പേർക്ക് കുത്തേറ്റു. വെള്ളിയാഴ്ച രാത്രിയിലാണ് സംഭവം. ബന്ധുക്കൾ തമ്മിലുണ്ടായ മദ്യപാനത്തിനിടെ തർക്കം നടക്കുകയും കത്തിക്കുത്തിലെത്തുകയുമായിരുന്നു. ഇരിങ്ങാലക്കുട കനാൽ ബേസ് സ്വദേശികളായ അരിക്കാട്ടുപറമ്പിൽ വീട്ടിൽ ഹീരേഷ്, സന്ദീപ് എന്നിവർക്കാണ് കുത്തേറ്റത്. പോലീസ് എത്തി ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നാഷണലിസ്റ്റ് യൂത്ത് കോൺഗ്രസ് S സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ ക്വിറ്റ് ഇന്ത്യ ദിനാചരണം സംഘടിപ്പിച്ചു. NCPS സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് PK രാജൻ ഉദ്ഘാടനം ചെയ്തു. നാഷണലിസ്റ്റ് യൂത്ത് കോൺഗ്രസ് S സംസ്ഥാന പ്രസിഡന്റ് CR സജിത് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ബിജിത ബിനുകുമാർ, NCPS സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് രഘു K മാരാത്ത്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് P അബ്ദുള്ള, ജില്ലാ പ്രസിഡന്റ് CL ജോയ് തുടങ്ങിയവർ സംസാരിച്ചു. തങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് നിരക്ഷരകുക്ഷികളായ ജനകോടികൾ പോലും മനസ്സിലാക്കിയത് ആ ഉപ്പു സത്യാഗ്രഹത്തിലൂടെയാണ്.
പാലിയേക്കര മണലി പാലത്തിന് സമീപം KSRTC ബസും കാറും കൂട്ടിയിടിച്ചു. ശനിയാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം. തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന കാർ KSRTC ബസിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ ബസ്സിലിടിക്കുകയായിരുന്നു. തുടർന്ന് നിയന്ത്രണം വിട്ട കാർ ഡിവൈഡറിൽ സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡിലിടിച്ച് റോഡിന് എതിർവശത്തേക്ക് തിരിഞ്ഞു. കോട്ടയത്ത് നിന്ന് സുൽത്താൻ ബത്തേരിയിലേക്ക് പോയിരുന്ന സൂപ്പർഫാസ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ പോലീസ് മാറ്റിയിടാത്തതിനെ തുടർന്ന് ദേശീയപാതയിൽ പുതുക്കാട് വരെ വാഹനങ്ങളുടെ നിര നീണ്ടു. 2 മണിക്കൂറോളം ദേശീയപാതയിൽ ഗതാഗതം സ്തംഭിച്ചു. ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ ആഹ്ലാദാരവങ്ങളിൽ മുഴുകിയപ്പോൾ കലാപത്തി അണയ്ക്കാൻ ബീഹാറിലും ബംഗാളിലും ഡൽഹിയിലും അഹിംസാ മന്ത്രവുമായി ഗാന്ധിജി നടന്ന വഴികളിലൂടെ സഞ്ചരിച്ചൊരുക്കിയ കലാപ്രദർശനം ഫ്രീഡം ഗാന്ധി 169 ഡേയ്സ് തൃശൂർ ലളിതകലാ അക്കാദമിയിൽ ആരംഭിച്ചു. ഫോട്ടോഗ്രാഫർ സുധീഷ് എഴുവത്ത്, കവി PN ഗോപികൃഷ്ണൻ, ചിത്രകാരൻ മുരളി ചീരോത്ത് എന്നിവർ കണ്ടും കേട്ടും അനുഭവിച്ചുമറിഞ്ഞ ഗാന്ധിജിയുടെ വഴികളിൽ നിന്ന് ലഭിച്ച ദൃശ്യങ്ങളുടെയും ഓർമ്മകളുടെയും അനുഭവങ്ങളുടെയും ആവിഷ്കാരമാണ് യു ഐ കുഡ് നോട്ട് സേവ് വാക്ക് വിത്ത് മീ എന്ന ശീർഷകത്തോടെയുള്ള കലാപ്രദർശനം. വളരെ കാലം മുമ്പ് ഞാൻ ആൻ ഫ്രാങ്കിൻ്റെ വീട്ടിൽ പോയിവിടം തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞ് ഞാൻ ഓഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പോയി അതിൻ്റെ ഒരു ചിത്രപ്രദർശനം ഞാൻ സംഘടിപ്പിച്ചിരുന്നു. അതായത് ഇന്ത്യ ഒരു ഫാസിസ്റ്റ് പാതയിലൂടെ പോയാൽ എവിടെ എത്തിയേക്കാമെന്നുള്ള ഓർമ്മപ്പെടുത്തലായിട്ട് അത്രയും വൈഷമ്യം നിറഞ്ഞ, അത്രയധികം വിഷലിപ്തമായ, അത്രയധികം വർഗീയ വൈരാഗ്യം കത്തി നിന്ന ഒരു സാഹചര്യത്തിൽ നിന്നും ഇന്ത്യ എങ്ങനെ തിരിച്ചു വന്നു, അത് ഗാന്ധിയുടെ നോൺ വയലന്റ് പോളിറ്റിക്സ് എങ്ങനെയാണ് അതിൽ വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ ഒരു അന്വേഷണമായിരുന്നു. ഒരു മതരാഷ്ട്രമായി തീരുന്നതിൽ നിന്ന് ഇന്ത്യയെയും വർഗീയതയിൽ വെന്തെറിയുന്നതിൽ നിന്ന് ഇന്ത്യൻ സമൂഹത്തെയും രക്ഷിച്ചത് ഗാന്ധിജിയുടെ ആ ഒറ്റയാൾ പ്രയാണമായിരുന്നു. ആ പ്രയാണം, ആ അഹിംസാ മന്ത്രണങ്ങൾ ഇന്ത്യയിൽ കൂടുതൽ പ്രസക്തമാകുന്ന സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോകുന്നതെന്നുള്ള തിരിച്ചറിവാണ് പുതിയ കാലത്തെ ഈ യാത്രയ്ക്കും ആ അനുഭവം പങ്കിടുന്നതിനും പ്രചോദനമേകിയതെന്ന് കവി PN ഗോപികൃഷ്ണൻ പറഞ്ഞു. ബ്രിട്ടീഷുകാരോടുള്ള പോരാട്ടം മാത്രമല്ല ഇന്ത്യയെ ഒരു മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറ്റിയത്, മറിച്ച് ഇന്ത്യക്കുള്ളിൽ തന്നെയുള്ള വർഗീയതയ്ക്കെതിരെയുള്ള വലിയ പോരാട്ടം കൂടിയായിരുന്നു. അപ്പോൾ ആ പോരാട്ടത്തിൻ്റെ ഓർമ്മ ഉണർത്തുകയും മതാധിഷ്ഠിതമായിട്ടുള്ള പലതരം അധികാര പ്രയോഗങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിൽ ഈ ഓർമ്മ ഒരു പുതിയ ശക്തിയായി, പുതിയ പ്രതിരോധമായി വളരുക എന്നതാണ് ഈ എക്സിബിഷൻ കൊണ്ട് ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യയിൽ 1948 ജനുവരി 30 വരെ ഗാന്ധിജി നടന്ന വഴികളിലൂടെ സഞ്ചരിച്ച് അവിടുത്തെ ദൃശ്യങ്ങളും ഓർമ്മകളും അനുഭവങ്ങളും പുനരാവിഷ്കരിക്കപ്പെടുമ്പോൾ അവ ഗാന്ധിജിയിലേക്കും മതേതരത്വ ഇന്ത്യയിലേക്കുമുള്ള തിരിച്ചു നടത്തമാവുകയാണ്. ഗാന്ധി എന്നൊരു മനുഷ്യൻ ഏത് രീതിയിലാണ് ഇത്തരത്തിലുള്ള ജാതീയതയും ഫാസിസത്തിനെയും എതിർത്ത് നിന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടുള്ള ബോധം ഉണർത്തി തന്ന ഒരു അനുഭവമായിരുന്നു. ആ അനുഭവം ഇതിൻ്റെ ഒരു കാതലായിട്ട് ഈ ഷോയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. തൃശൂർ ജനാധിപത്യ മതേതര കൂട്ടായ്മയും സമദർശിയും കൂടി സംഘടിപ്പിക്കുന്ന കലാപ്രദർശനം കലാമണ്ഡലം സംഗീത വിഭാഗം ഒരുക്കിയ ഗാന്ധിക്ക് പ്രിയപ്പെട്ട ഗീതങ്ങളുടെ ആലാപനത്തോടെ ശനിയാഴ്ച വൈകിട്ട് ആരംഭിച്ചു. സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ചേർന്ന് ദീപങ്ങൾ ഉയർത്തി രാജ്യത്തെ സ്വാതന്ത്ര്യവും മതേതരത്വവും സമത്വവും സംരക്ഷിക്കുമെന്ന പ്രതിജ്ഞ ചൊല്ലി ഉദ്ഘാടനം നിർവഹിച്ചു. ഈ മാസം 19 വരെ തുടരുന്ന പ്രദർശനത്തിന്റെ ഭാഗമായി പ്രമുഖരുടെ പ്രഭാഷണങ്ങളും സാംസ്കാരിക അവതരണങ്ങളും അരങ്ങേറും. കൾച്ചറൽ ഡെസ്ക് TCV. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തിയ തമിഴ്നാട് സ്വദേശിനിയുടെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച സ്ത്രീയെ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു. തൃശൂർ ആറങ്ങോട്ടുകര മച്ചാട്ടുപറമ്പിൽ വസന്തയെയാണ് ടെമ്പിൾ SI പ്രീത ബാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. മെയ് 3-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ക്ഷേത്ര ദർശനത്തിന് മുൻപ് ദേവസ്വം കംഫർട്ട് സ്റ്റേഷനിൽ കുളിക്കാനെത്തിയതായിരുന്നു തമിഴ്നാട് സ്വദേശിനി. പുറത്തുവച്ചിരുന്ന ബാഗിൽ നിന്ന് 4 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച് പ്രതി കടന്നുകളയുകയായിരുന്നു. CCTV കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് വസന്ത പിടിയിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തൃശൂർ പഴയ നടക്കാവ് പാണ്ഡി സമൂഹ മഠത്തിൽ തമിഴ് ബ്രാഹ്മണർ ആവണിയവിട്ടം ആഘോഷിച്ചു. ചടങ്ങുകൾക്ക് സമൂഹാചാര്യൻ സുരേഷ് വാദ്യാർ നേതൃത്വം നൽകി.
സമൂഹം സെക്രട്ടറി എസ് ശിവരാമകൃഷ്ണൻ, പൂജാരി രാമകൃഷ്ണൻ, ഖജാൻജി കൃഷ്ണമൂർത്തി തുടങ്ങിയവർ പങ്കെടുത്തു. കുന്നുകുളം തെക്കേപ്പുറത്ത് കടന്നൽ കുത്തേറ്റ് 2 പേർക്ക് പരിക്കേറ്റു. വാഴപ്പള്ളി വീട്ടിൽ ചന്ദ്രൻ, ആന്ധ്ര സ്വദേശി വസന്ത് എന്നിവർക്കാണ് പരിക്കേറ്റത്. ചന്ദ്രന്റെ പറമ്പിലെ മരം മുറിക്കുന്നതിനിടയിലാണ് സംഭവം. ഇരുവരെയും കുന്നുകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. യുവതിയെ ഹെൽമറ്റ് ഉപയോഗിച്ച് തലയ്ക്കും മുഖത്തും അടിച്ച് പരിക്കേൽപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത സംഭവത്തിൽ കിഴൂർ സ്വദേശിയായ യുവാവിനെ കുന്നുകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കിഴൂർ സ്വദേശി ബിനീഷിനെയാണ് കുന്നുകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. വ്യാഴാഴ്ചയായിരുന്നു കേസിനാസ്പദമായ സംഭവം. വ്യക്തിവൈരാഗ്യത്തെ തുടർന്ന് നടന്നുപോയിരുന്ന യുവതിയുമായി വാക്കുതർക്കമുണ്ടാവുകയും പിന്നീട് അസഭ്യം വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത ശേഷം കയ്യിലുണ്ടായിരുന്ന ഹെൽമറ്റ് ഉപയോഗിച്ച് യുവതിയുടെ മുഖത്തും തലയ്ക്കും അടിച്ചതായി പറയുന്നു. മർദ്ദനത്തിൽ യുവതിയുടെ കൈക്കും പരിക്കേറ്റിട്ടുണ്ട്. ജനതാദൾ എസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ക്വിറ്റ് ഇന്ത്യ ദിനത്തിൽ ക്വിറ്റ് ഫാസിസം എന്ന സന്ദേശവുമായി തൃശൂർ നഗരത്തിൽ പ്രകടനവും പൊതുസമ്മേളനവും നടത്തി. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CT ജോഫി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന നേതാക്കളായ ജോൺ വാഴപ്പള്ളി, രാഘവൻ മുളങ്ങാടൻ, പ്രീജു ആന്റണി, റഹീം പള്ളത്ത്, PM ഉമേഷ് തുടങ്ങിയവർ സംസാരിച്ചു. തകർച്ചയുടെ വക്കിലെത്തിയ ജീവിതം കെട്ടിപ്പടുക്കാനായി പൂക്കൾ വിൽപ്പന നടത്തുകയാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള ദമ്പതികൾ. 12 വർഷത്തോളമായി റാണിയും ഭർത്താവ് ശെൽവരാജും കുന്നുകുളം നഗരമധ്യത്തിൽ പൂക്കൾ വിൽക്കാൻ തുടങ്ങിയിട്ട്. ദേഹോപദ്രവമേൽപ്പിച്ച് മൊബൈൽ ഫോൺ തട്ടിപ്പറിച്ച് രക്ഷപ്പെട്ട പ്രതിയെ തമിഴ്നാട്ടിൽ നിന്ന് ചാവക്കാട് പോലീസ് പിടികൂടി. കുപ്രസിദ്ധ മോഷ്ടാവായ മല്ലാട് പുതുവീട്ടിൽ കള്ളൻ മനാഫ് എന്നറിയപ്പെടുന്ന മനാഫിനെയാണ് തമിഴ്നാട് ഏർവാടിയിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. ഈ മാസം 1-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. കഴിഞ്ഞ വർഷം പുന്ന ധർമ്മശാസ്ത്ര അയ്യപ്പ ക്ഷേത്രത്തിന്റെ മുൻവശത്തുള്ള ഓഫീസിന്റെ പൂട്ടുപൊളിച്ച് മോഷണം നടത്തിയതും മണത്തല നരിയമ്പുള്ളി കുടുംബക്ഷേത്രത്തിൽ മോഷണം നടത്തിയതും മനാഫാണ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇറക്കുമതി തീരുവയ്ക്കെതിരെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. DCC ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം സ്വരാജ് റൌണ്ട് ചുറ്റി തെക്കേ ഗോപുരനടയിൽ സമാപിച്ചു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, രാജേന്ദ്രൻ അരങ്ങത്ത്, സുനിൽ അന്തിക്കാട്, A പ്രസാദ്, IP പോൾ, CO ജേക്കബ് തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ഒരിക്കൽ കൂടി നോക്കാം പ്രധാന വാർത്തകൾ. തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണം. സുരേഷ് ഗോപി താമസിച്ചിരുന്ന വീട്ടിൽ 11 വോട്ടുകൾ ചേർത്തുവെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജൻ. വോട്ടർ പട്ടികയിൽ BJP അട്ടിമറി നടത്തിയതിന് തെളിവുണ്ടെന്ന് മുൻ മന്ത്രി VS സുനിൽകുമാർ. ഉത്തരവാദപ്പെട്ടവർ പരിശോധിക്കണമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. കുന്നുകുളത്ത് ചേംബർ ഓഫ് കൊമേഴ്സ് കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ ലക്ഷങ്ങളുടെ നഷ്ടം. തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ടെന്ന് പ്രാഥമിക നിഗമനം. മാള സർവീസ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങൾക്കെതിരെ പോലീസ് കേസെടുത്തു. 10 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്ന സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാറുടെ പരാതിയിലാണ് കേസ്. പേരാമ്പ്രയിൽ വൻ സ്പിരിറ്റ് വേട്ട. മിനി ലോറിയിൽ പച്ചക്കറികളുടെ കൂടെ ഒളിപ്പിച്ചു കടത്തുകയായിരുന്ന 2765 ലിറ്റർ സ്പിരിറ്റ് പോലീസ് പിടികൂടി. ഡ്രൈവർ ആലപ്പുഴ സ്വദേശി സുരാജ് കസ്റ്റഡിയിൽ. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ വീണ്ടും പുലിയിറങ്ങി. പുലിയുടെ ആക്രമണത്തിൽ പശുക്കിടാവ് ചത്തു. കുന്നുകുളത്ത് നടന്നു വന്ന തൃശൂർ ജില്ലാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. 152 പോയിന്റുമായി മച്ചാട് സ്പോർട്സ് ഗ്രിഡ് അത്ലറ്റിക്സ് അക്കാദമി ഓവറോൾ ചാമ്പ്യന്മാരായി. തൃശൂർ ആൻഡോസ് അക്കാദമിക്ക് 2ാം സ്ഥാനം. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.